കൊടിമരം പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ത്വരിത പരിശോധന നടത്താൻ ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മറ്റൊരു ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ് നേരത്തെ പ്രതിരോധമായി തീർത്തിരുന്നത്. അത് അഭിനന്ദനം അടക്കം വന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ അന്വേഷണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇതേ ഡിവിഷൻ ബെഞ്ചാണ്, ദേവസ്വം ബെഞ്ചിന്റെ വിധിയാണല്ലോ. അല്ല, ഇത് ഞാൻ ഇതിന്റെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം വിജിലൻസിനോട് ക്വിക്ക് വെരിഫിക്കേഷൻ ത്വരിതാന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുകയാണ്. നല്ല കാര്യം, അവരന്വേഷിക്കട്ടെ. എന്തെങ്കിലും പൊട്ടും പൊടിയും കിട്ടിയാൽ കേസെടുക്കട്ടെ. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ ആ അന്വേഷണം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇതിനു മുമ്പ് ദേവസ്വത്തിന് ഈ ദുരിതാന്വേഷണം നടന്നിട്ടുണ്ട്. രാഷ്ട്രീയക്കാരുടെ ജീവിതത്തിൽ വിജിലൻസ് ത്വരിതാന്വേഷണം നടത്തുന്നത് നിരവധി നടത്താറുണ്ട്. ഞാൻ അതിലൊന്നായിട്ട് മാത്രമേ എന്നെ കാണുന്നുള്ളൂ. 2017 സ്വർണ്ണ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പ്രമുഖ സിനിമാ താരവും ജ്വല്ലറിയും സ്വർണ്ണം നൽകിയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? സ്വർണ്ണം നൽകിയിട്ടില്ല. ആരും നൽകിയിട്ടില്ല. 27 പേരോളം സ്വർണം സംഭാവന ചെയ്തു എന്നുള്ളതാണ്. എവിടെ ചെയ്തു? വിജിലൻസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ എന്ന് കോടതി നൽകിയ ഉത്തരവിലാണ്. ആർക്ക് ചെയ്തു, ആർക്ക് എവിടെ ചെയ്തു എന്നാ പറയുന്നത്? ഇത് നമ്മുടെ വ്യക്തമായ ഫിനിക്സ് ഗ്രൂപ്പിൽ നിന്നും 3,20,00,000 രൂപ വാങ്ങിയത് ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതി കമ്മീഷൻ, അഡ്വക്കേറ്റ് കമ്മീഷൻ നേരിട്ട് വാങ്ങി ഈ സ്വർണം ഉപയോഗിച്ചാണ് കൊടിമരം പണിതിട്ടുള്ളത്. കൊടിമരം പണിയാൻ ഒരാളുടെയും സ്വർണം, 1/2 ഗ്രാം സ്വർണം പോലും വാങ്ങിയിട്ടില്ല, ആരും സംഭാവന ചെയ്തിട്ടില്ല. UDF നിലവിൽ CPM ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലാണ്. UDF ഭരണസമിതിയിലെ അന്വേഷണം കൊണ്ടുവരാനുള്ളൊരു ശ്രമം എന്നാണ് പൊതുവെ വിലയിരുത്തൽ. ഇതൊന്നുമല്ല, ഇത് വെറുതെ അവരെ ഒരു സംശയത്തിന്റെ പേരിൽ അന്വേഷിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് രാഷ്ട്രീയമായിട്ടൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം അവരെ അന്വേഷിക്കുന്നു, ഒരു കോടതിക്ക് സംശയം വരുന്നു, ഒരു ത്വരിതാന്വേഷണം നടത്താൻ പറയുന്നു. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. കൊടിമരം പണിയാനായിട്ട് ഒരു തരി സ്വർണം ഒരു വ്യക്തിയും നൽകിയിട്ടില്ല, ഒരാൾ നൽകിയിട്ടില്ല. കൊടിമരം പണിയാൻ നൽകിയിട്ടില്ല. കൊടിമരം പണിയാനും ആയിട്ടോ അല്ലെങ്കിൽ റസീദ് അത് ഞങ്ങളല്ല ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് അവിടെ ശബരിമലയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്യുന്ന കാര്യമാണ്. അതെനിക്കറിയത്തില്ല. കൊടിമരം പണിയാൻ ഒരു തരി സ്വർണം ഒരാളെന്ന് വാങ്ങിയിട്ടുമില്ല, അതൊട്ട് അവിടെ ഉപയോഗിച്ചിട്ടുമില്ല. നടത്തട്ടെ സ്വാഗതം ചെയ്യുന്നു. അന്വേഷണം നടത്താം. ഒരു തരി സ്വർണം കൊടിമരം പണിയാൻ ഒരു ഫിനിക്സ് ഗ്രൂപ്പിന്റെ പണം ഉപയോഗിച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ നേരിട്ട് വാങ്ങിയ സ്വർണമല്ലാതെ ഒരു തരി സ്വർണം കൊടിമരം പണിയാൻ ആരും സംഭാവന നൽകിയിട്ടുമില്ല, ഞങ്ങളാരും വാങ്ങിയിട്ടില്ല. ശബരിമലയിൽ ധാരാളം ആളുകൾ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് റെസീറ്റ് കൊടുത്ത് ധാരാളം സ്വർണങ്ങൾ, കിരീടം, മാല, അതൊക്കെ ശബരിമലയിൽ കൊടുക്കുന്നുണ്ട്. കൊടിമരം പണിയാൻ ഫിനിക്സ് ഗ്രൂപ്പിന്റെ അല്ലാതെ ഒരാളിൽ നിന്നും ഒരു തരി സ്വർണവും വാങ്ങിയിട്ടില്ല. 3,20,00,000 ഫിനിക്സ് ഗ്രൂപ്പാണ്. അതെ, മുഴുവൻ കഴിച്ചു. ആരും വാങ്ങിയിട്ടില്ല. കൃത്യത ഞങ്ങൾക്കത് കൃത്യമായി പറയുന്നു. വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. 27 പേരുടെ നിന്ന് സ്വർണം വാങ്ങി, അതിൽ സെലിബ്രിറ്റികളടക്കമുള്ള ആളുകളുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടില്ല. അറിയില്ല. ഞാൻ അതിനകത്തുള്ള കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വാട്സപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്റർവ്യൂ റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകൾ കൃത്യമായി ഇതിനകത്തെല്ലാം പറയുന്നത്. റിപ്പോർട്ട് ഉള്ള സമയത്ത് പിന്നെ ഇങ്ങനെ ഒരു അന്വേഷണമാണ്. അതല്ലേ പറയുന്നതാണെന്ന്. വരട്ടെ, നടക്കാന്ന്, ദുരിതാന്വേഷണം നടക്കട്ടെ. ഞാനത് ഹൈക്കോടതിയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എങ്ങനെ ഹൈക്കോടതി രാഷ്ട്രീയമില്ലല്ലോ. ഇത് SIT അല്ല.